Shouldn't have had that last shot. Later, bitches. Hi friends, ഞാൻ ഷിനോജാണ്. നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടാവും. അതുപോലെ തന്നെ ഒരു കിടിലായിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റാറ്റസുകൾ എനിക്ക് സെൻഡ് ചെയ്തിരുന്നു ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടലിനായിട്ടുള്ള അടിപൊളി വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ് ചെയ്തിട്ടും ഇമേജ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. അപ്പോൾ ഇത് അലൈറ്റ് മോഷൻ്റെ പുതിയൊരു വേർഷനാണ് 3.6. അപ്പോൾ ഇതിൻ്റെ ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിലൊരു 3 ഡോട്ട് കാണാം, 3 ലൈൻസ് കാണാം. ഓക്കെ, ആ 3 ലൈൻസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ക്വാളിറ്റി പ്രിവ്യൂ എന്ന് കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ എനാബിൾ ചെയ്യുക. ഓക്കെ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫയൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏത് റേഷ്യോ ആണോ വേണ്ടത് ആ റേഷ്യോ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 16:9 റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ആദ്യം മ്യൂസിക്, നമ്മൾ ഏത് മ്യൂസിക് വെച്ചാണ് നമ്മൾ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മ്യൂസിക് ആദ്യം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബീറ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി എൻ്റെ കയ്യിലൊരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിൽ നിന്നും ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓഡിയോ മാത്രമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ്. ഓക്കെ, ഞാനിവിടെ എങ്ങനെ വീഡിയോ നമുക്ക് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ ഓപ്ഷനിൽ പോയിട്ട് വ്യൂ ഓൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൽബംസ് കാണാൻ കഴിയും. ആൽബംസിൽ നിങ്ങളുടെ ഫയൽ, നിങ്ങളുടെ ഓൾറെഡി ഉള്ള സ്റ്റാറ്റസ് വീഡിയോ എവിടെയാണുള്ളത് അവിടെ പോയ ശേഷം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ടോപ്പിലുള്ള 3 ഡോട്ട് പോയിട്ട് എക്സ്ട്രാക്ട് ഓഡിയോ കൊടുക്കുക. എന്നിട്ട് ഇതിലെ ഓഡിയോ അവിടെ വെച്ചിട്ട് വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഓഡിയോ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ബീറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് മാർക്ക്. അപ്പോൾ നമ്മളതിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൂളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു മ്യൂസിക് നിങ്ങൾ ആദ്യം പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് എവിടെയാണ് ആ ബീറ്റ് വരുന്നത് ആ സമയത്ത് നിങ്ങൾ ആ ഒരു ടൂൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ പ്ലേ ചെയ്യുന്നു കണ്ടോ, അത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു റെഡ് മാർക്ക് അവിടെ വരുന്നത് കണ്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ബീറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോ എത്ര വേണോ അത്രയും നിങ്ങൾ ഇതിന് വേണ്ടിയുള്ള ബീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളിത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇമേജസ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ താഴെയുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോ ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഇമേജസ് എവിടെയാണുള്ളത് അവിടെ പോയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇമേജ് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് ടോപ്പിലുള്ള 3 ഡോട്ട് പോയിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഫിൽ സ്ക്രീൻ കൊടുക്കേണ്ട ആവശ്യമുള്ള ഇമേജ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഫിൽ സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാർക്ക് ചെയ്തെടുത്ത് വരെ വെച്ചിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടുത്ത ഇമേജ് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അടുത്ത ഇമേജ് ആഡ് ചെയ്യുക. അതും ഫിൽ സ്ക്രീൻ കൊടുക്കണം. ഫിൽ സ്ക്രീൻ കൊടുക്കാം. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം അടുത്ത പോയിന്റിൽ വെച്ചിട്ട് അത് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ അടുത്ത ഇമേജ് നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ എത്ര ഇമേജ് നമുക്ക് ചെയ്യണോ അത്ര ഇമേജ് നിങ്ങൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ഇമേജ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 4 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ബാക്കി മുഴുവൻ കാണിക്കാൻ ടോട്ടൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ഞാൻ തൽക്കാലം 4 ഇമേജാണ്. ഈ ഒരു മെത്തേഡാണ്. ഈ 4 ഇമേജിന് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള എത്ര ഇമേജ് ആഡ് ചെയ്യുന്നു അതിനൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 4 ഇമേജിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ നോക്കുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസിനും നിങ്ങളിത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന ശേഷം ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോയിട്ട് റൈറ്റ് സൈഡിൽ 3ാമത്തെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്യുക. ഈ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് സെൻട്രലായിട്ട് അടുത്ത കീ ആഡ് ചെയ്യുക. എൻഡിലായിട്ട് 3ാമത്തെ കീയും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 കീ നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഇനി സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് ഇതിവിടെ 3000 ആയി കൊടുക്കുക. ഈ ഒരു സ്ഥലത്ത് 3000 ആവുന്നത് വരെ നമ്മളിങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം 3000 ആയിട്ടുണ്ട്. 3000 ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ എൻഡിലേക്ക് വരിക. സെൻറ്ററിലേക്ക് കീ ഒന്നും ചെയ്യേണ്ട. എൻഡിലെ കീയിൽ അവിടെ നമ്മൾ 3000 സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതും 3000 സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇമേജിന് ഒരു സൂം ഇഫക്റ്റ് നമ്മൾ ഇതിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കേവ് ഓപ്ഷൻ കാണാം. ആ കേവ് ഓപ്ഷനിൽ നമ്മൾ ഈ 2 ബോൾസ് കാണാം. ആ ബോൾസിൽ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുക, ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത ശേഷം അവിടെ ഒരു 3 ഡോട്ട് കാണാം താഴെ. ആ 3 ഡോട്ടിൽ പോയിട്ട് കോപ്പി കേവ് കൊടുക്കുക.
ഓക്കെ, കോപ്പി കേവ് കൊടുത്തിട്ട് കുറച്ച് റൈറ്റിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അടുത്ത 2 കീയുടെ സെൻറ്ററിൽ വന്നിട്ട് ആ 3 ഡോട്ടിൽ വന്നിട്ട് പേസ്റ്റ് കേവ് കൊടുക്കുക. പേസ്റ്റ് കേവ് കൊടുത്തിട്ട് ഇവിടെ താഴെയുള്ള ആ 3 ഡോട്ടിൻ്റെ മുകളിലിട്ടൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ കഴിഞ്ഞ കേവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ 2 കേവ് നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടോ, 2 കേവ് ഈ ഒരു ഇമേജിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അതിന് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നേരിട്ട് രണ്ടാമത്തെ ഇമേജിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷൻ പോയിട്ട് നമ്മൾ മൂന്നാമത്തെ റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്യുക. സെൻറ്ററിൽ പോയിട്ട് അടുത്ത കീ ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അതൊരു 700 ആയി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 700 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ആ ഒരു 2 കീയുടെയും സെൻട്രലായി വെച്ചുകൊണ്ട് ആ കേവ് ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ആ 3 ഡോട്ട് പോയിട്ട് പേസ്റ്റ് കേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കിടലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ആ ഒരു ഇമേജ് തന്നെ സെലക്ട് ചെയ്തിട്ട് ആ ഇമേജിൻ്റെ സെൻറ്ററിലേക്ക് പോയിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എൻഡിലേക്ക് പോയിട്ട് അതിനെ ആ ഒരു ഇമേജിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴെയുള്ള ഈ ബോക്സിൽ ഡ്രാഗ് ചെയ്ത് നേരെ ലെഫ്റ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് ഇപ്പുറത്ത് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് ആ കേവ് ഓപ്ഷനിൽ പോയിട്ട് പേസ്റ്റ് കേവ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇമേജും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇമേജ് എൻഡ് ആവുന്നത് ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇമേജ് ഈ റൈറ്റിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഇമേജിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഇമേജിലേക്ക് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്യുക. സെൻട്രലായിട്ടും ഒരു കീ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്ന ശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്നായിട്ടാണ് ഈ ഒരു ഇമേജ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് റൈറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് 2 കീയുടെ സെൻറ്ററിൽ വെച്ചിട്ട് ഗ്രാഫ് ഓപ്ഷനിൽ പോവുക. കേവ് ഓപ്ഷനിൽ പോയിട്ട് 3 ഡോട്ട് പോയിട്ട് പേസ്റ്റ് കേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കറക്റ്റ് ഇങ്ങനെ മാറി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഇനി നമുക്കിത് തിരിച്ച് റിട്ടേൺ ബാക്ക് പോകണം. ഈ ഒരു ഇമേജ് ഇങ്ങനെ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നൊരു എഫക്റ്റാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു എൻഡിൽ വെച്ച ശേഷം ജസ്റ്റ് ബാക്ക് പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു ബോക്സിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെൻറ്ററിലുള്ള ആ ഒരു കേവ് ഓപ്ഷനിൽ പോയിട്ട് പേസ്റ്റ് കേവ് കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഇമേജും സെറ്റായിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഇമേജ് എൻഡ് ആവുന്നത് റൈറ്റിലേക്ക് പോയിക്കൊണ്ടാണ്. അപ്പോൾ നാലാമത്തെ ഇമേജിലേക്ക് പോകാം. നമുക്ക് മൂന്നാമത്തെ പേജ് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോയിട്ട് ഒരു കീ ആഡ് ചെയ്യുക. നേരെ സെൻറ്ററിലും ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അതിനെ ആ ബോക്സിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 കീയുടെ സെൻറ്ററിൽ വെച്ചിട്ട് ആ ഒരു കേവ് ഓപ്ഷനിൽ പോയിട്ട് പേസ്റ്റ് കേവ് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ് കേവ് കൊടുത്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ എൻഡിലേക്ക് വന്നിട്ട് അടുത്ത ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഇമേജ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നൊരു ഓപ്ഷൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ 2 കീയുടെ സെൻറ്ററിൽ വെച്ചിട്ട് കേവ് ഓപ്ഷനിൽ പോയിട്ട് പേസ്റ്റ് കേവ് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു 4 ഇമേജ് സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 4 ഇമേജിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇഫക്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ഇമേജിന് മാത്രമേ നമുക്ക് ഇഫക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒരു ഇമേജിന് എല്ലാ ഇഫക്ട്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഫക്ട്സ് മുഴുവൻ നമുക്ക് കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള ഇമേജസിന് പേസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി മുതൽ ഇഫക്ട്സിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ സ്ക്രീനിൽ ഞാനിവിടെ കൊടുക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ വേറൊരു പേപ്പറിൽ എഴുതി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഇഫക്റ്റ് ടൈൽസ് എന്ന്. അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇഫക്ട്സ് ഓപ്ഷനിൽ പോയിട്ട്
ആഡ് എഫക്റ്റ് കൊടുക്കുക. ഇത് 3.6 പുതിയ അലൈറ്റ് മോഷനിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ പഴയ അലൈറ്റ് മോഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, ഇതേ കാര്യം തന്നെയാണ് അതിലുള്ളത്. പക്ഷേ ഇത് കുറച്ച് സ്റ്റൈലൊക്കെ അവരൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് അറേഞ്ച്മെന്റ് മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഓപ്ഷൻസിൽ പോയിട്ട് ഡിസ്റ്റോഷൻ ഓർ വാപ്പ് എന്ന ഓപ്ഷൻ കാണാം. ആ ഡിസ്റ്റോഷൻ ഓർ വാപ്പ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ടൈൽസ് എന്ന് കാണാം. ടൈൽസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ടൈൽസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് അവിടെ ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് താഴെ ടൈൽസ് ഓപ്ഷൻ്റെ താഴെ മിറർ എന്ന് കാണാം. ആ മിറർ എനാബിൾ ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു എഫക്റ്റിൽ ഇനി വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബാക്ക് പോവാം. എന്നിട്ട് വീണ്ടും എഫക്ട്സ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന എഫക്റ്റ് മോഷൻ ബ്ലർ എന്ന എഫക്റ്റ് ആണ്. അപ്പോൾ ബ്ലർ ഓപ്ഷൻ കാണാം. ബ്ലർ എന്ന ഓപ്ഷനിൽ പോയിട്ട് മോഷൻ ബ്ലർ എന്ന ഓപ്ഷൻ കാണാം. മോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മോഷൻ ബ്ലറും അവിടെ ആഡ് ആയിട്ടുണ്ട്. അതിലും നമ്മൾ വേറെ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമതായിട്ട് നമുക്കൊരു ഇന്നർ ബ്ലർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് ആഡ് ഇഫക്റ്റ് കൊടുക്കുക. വീണ്ടും ബ്ലർ ഓപ്ഷനിൽ പോയിട്ട് ഇന്നർ ബ്ലർ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നർ ബ്ലറിൽ നമുക്ക് ചെറിയൊരു എഡിറ്റിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നർ ബ്ലർ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കീ ആഡ് ചെയ്യുക. എൻഡിലും ഒരു കീ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ഫ്രെയിമിലും 150 ആണ് ആ സ്ട്രെങ്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി അഥവാ നിങ്ങളെ 0.150 അല്ല എങ്കിൽ ഫസ്റ്റ് ഫ്രെയിമിലും അതുപോലെ തന്നെ ലാസ്റ്റ് ഫ്രെയിമിലും കീ ആഡ് ചെയ്തെടുത്തും 0.150 ആക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നേരെ 0 ആക്കുക. ഓക്കെ, 0 ആക്കിയ ശേഷം നമ്മളിത് രണ്ട് കീയുടെ സെൻറ്ററിലേക്ക് വരും ആദ്യത്തെ. എന്നിട്ട് ഈ കേവ് ഓപ്ഷനിലേക്ക് വന്നിട്ട് നേരെ ഈ ബോൾ താഴോട്ടായി കൊടുക്കുക. ഈ രണ്ടാമത്തെ ബോൾ ടോപ്പിലുള്ള ബോൾ ഈ ഒരു ഷേപ്പിലും വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ 3 ഡോട്ട് പോയിട്ട് കോപ്പി കേവ് എടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് റൈറ്റ് സൈഡിൽ ആ 2 പോയിന്റിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് 3 ഡോട്ട് പോയിട്ട് പേസ്റ്റ് കേവ് കൊടുത്തിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഫക്റ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ചെറിയൊരു ബ്ലർ എഫക്റ്റും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എഫക്റ്റിലേക്ക് പോകാം. ഇമേജ് സെലക്ട് ചെയ്യുക. ഇഫക്ട്സ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഷിലേറ്റ് എന്ന എഫക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ യൂസ് ചെയ്തൊരു എഫക്റ്റാണ്, പക്ഷേ ഒന്നുകൂടെ ക്രിയേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ മൂവ് ഓർ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ പോയിട്ട് ഓഷിലേറ്റ് എന്ന് കാണാം. ഓഷിലേറ്റ് സെലക്ട് ചെയ്യുക. ഓഷിലേറ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓഷിലേറ്റ് എഫക്റ്റ് കൂടെ അവിടെ ആഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ ഓഷിലേറ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആംഗിൾ നേരെ 0 ആക്കുക. ഓക്കെ, ആംഗിൾ 0 ആക്കിയതിന് ശേഷം താഴെ ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. അത് 1.59 ആയി കൊടുക്കുക. ഓക്കെ, 1.59. അതിനുശേഷം അതിൻ്റെ താഴെ മാഗ്നിറ്റ്യൂഡ് എന്ന് കാണാം. മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു കീ ആഡ് ചെയ്യുക. കീ ആഡ് ചെയ്തിട്ട് അതൊരു 250 ആ റേഞ്ചിലായി കൊടുക്കുക. ഓക്കെ, 254 ആക്കിയിട്ടുണ്ട്. 254 ആക്കിയ ശേഷം അതിൻ്റെ നെക്സ്റ്റ് എൻഡിലേക്ക് പോവുക ഇമേജിൻ്റെ. എന്നിട്ട് ആ മാഗ്നിറ്റ്യൂഡ് തന്നെ നേരെ 25 ആയി കൊടുക്കുക. ഓക്കെ, 25 ആണ് നമ്മൾ ഇവിടെ ആക്കി കൊടുക്കേണ്ടത്. ഓക്കെ, 25 ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഷിലേറ്റ് എന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓഷിലേറ്റിൻ്റെ നേരെ നമുക്ക് 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ട് പ്രസ് ചെയ്യുക. 3 ഡോട്ട് പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. ഡ്യൂപ്ലിക്കേറ്റ് പ്രസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഇഫക്ട്സിൽ ഓഷിലേറ്റ് 2 വന്നിട്ടുണ്ടാവും. അതിന് താഴത്തെ ഓഷിലേറ്റ് സെലക്ട് ചെയ്യുക. ഓഷിലേറ്റ് സെലക്ട് ചെയ്തിട്ട് ആംഗിൾ 180 ആയി കൊടുക്കുക. ഓക്കെ, 180 കംപ്ലീറ്റ് ഫുൾ ആയി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴെ ഫ്രീക്വൻസി ഉണ്ടാവും. ഫ്രീക്വൻസി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് നേരത്തെ നമ്മൾ കീ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കോപ്പി ചെയ്തുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് 25 ആയി കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 25 ആക്കാം. ഓക്കെ, 25 ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡിൽ പോയിട്ട് നമുക്കൊരു 209 ആയി കൊടുക്കാം. 209. ഓക്കെ, 210 ആയി കൊടുത്തു. ഓക്കെ, 210 ആയി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഓഷിലേറ്റിൻ്റെ ഇഫക്റ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് കഴിയാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്വിംഗ് എന്ന എഫക്റ്റാണ് നമ്മൾ ആഡ് ചെയ്തത്. നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യുക. ഇഫക്ട്സ് ഓപ്ഷനിൽ പോയിട്ട് നേരെ താഴെ ആഡ് ഇഫക്റ്റ് കൊടുക്കുക.
മൂവർ ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴെയായിട്ട് സ്വിങ് എന്ന് കാണാം. ആ സ്വിങ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് പ്രസ് ചെയ്യുക. എന്നിട്ട് സ്വിങ് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇതിലും കാണാം. അതിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഫ്രീക്വൻസി 1.91 ആയി കൊടുക്കുക. ഓക്കെ, 1.91 ആയി കൊടുക്കുക. ഓക്കെ, 1.91 ആയി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ആംഗിൾ കാണാം. ആംഗിൾ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ പോയിട്ട് ഒരു കീ ആഡ് ചെയ്യുക. ഓക്കെ, കീ ആഡ് ചെയ്തിട്ട് അത് 3 ആക്കി കൊടുക്കാം. ഇപ്പോൾ -30 3 നേരെ 3 ആക്കി കൊടുക്കാം. +3. ഓക്കെ, 3.0. ഓക്കെ, 3.0 ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫ്രെയിമിൽ ഇനി നമുക്ക് 0 ആയി കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് കുറച്ച് പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 0 കാണാം. അപ്പോൾ 0ൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ 3, ലാസ്റ്റിൽ 0. അപ്പോൾ അത് ഓക്കെ ആയിട്ട് ഇനി ആംഗിൾ 2 സെലക്ട് ചെയ്യുക. ആംഗിൾ 2 സെലക്ട് ചെയ്തിട്ട് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് അത് 8 ആയി കൊടുക്കുക, 8 ആയി കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ 8 ആയി കൊടുക്കുക. ഓക്കെ, 8 ആയിട്ട് ഇനി എൻഡിലേക്ക് പോവുക. അവിടെ ഒരു കീ ആഡ് ചെയ്യുക. കീ ആഡ് ചെയ്തിട്ട് അത് 0 ആക്കുക. ഓക്കെ, ഓക്കെ, അതും 0 ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട എല്ലാ ഇഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത എല്ലാ ഇഫക്ട്സും ഇഫക്ട്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഫക്ട്സ് കാണാം ഈ ഒരു ഇമേജിന്. ഈ ഇഫക്ട്സ് മുഴുവൻ നമ്മൾ എല്ലാ ഇമേജിൻ്റെയും ചുവട്ടിലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇഫക്ട്സ് കാണാം. ആ കോപ്പി ഇഫക്ട്സ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇഫക്ട്സ് ഓപ്ഷനിൽ പോയിട്ട് നേരെ 3 ഡോട്ട് പോയിട്ട് പേസ്റ്റ് ഇഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ ഇമേജിൻ്റെ ചുവട്ടിലും അത് പേസ്റ്റ് ആവുന്നതാണ്. ഇഫക്ട്സ് ഓപ്ഷനിൽ പോവുക, 3 ഡോട്ട് പോയിട്ട് പേസ്റ്റ് ഇഫക്റ്റ് ചെയ്യുക. ഓക്കെ, ഇഫക്ട്സ് ഓപ്ഷൻ 3 ഡോട്ട് പേസ്റ്റ് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് 4 ഇമേജ് മാത്രമേ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 4 ഇമേജിന് ചെയ്ത കാര്യം തന്നെയാണ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട്, നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്താലും കറക്റ്റായിട്ട് കിടലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിടലായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് 1080 നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ആക്കാൻ പറ്റുമെങ്കിൽ ഹൈ ക്വാളിറ്റി ആക്കി ഈ ഒരു വീഡിയോ ക്വാളിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നിട്ട് എക്സ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് എക്സ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും ഞാൻ ആ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മീഡിയ ഫയർ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.